നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഒരു സംതൃപ്തിയും സന്തോഷവും ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി നേടാൻ ഈ ജീവിതം കൊണ്ട് പറ്റില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും നിലക്കൊരു അസംതൃപ്തിയോ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ നമുക്കെല്ലാവർക്കും ഇവിടെ ഉണ്ടായിരിക്കും. കാരണം പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത സംതൃപ്തകരമായ ഒരു ജീവിതം നല്ല വിളിച്ചത് ഏതിനെയാണ്? നിങ്ങൾ സ്വർഗത്തെയാണ്. കർമ്മങ്ങളൊക്കെ ചെയ്ത് വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ പറയും, കിതാബിയ, ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളിലും നല്ലത് ചെയ്ത് 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 ആ നന്മകളൊക്കെ ഇവിടെ കാണുമെന്ന് ആഗ്രഹിച്ച് വന്ന എൻ്റെ മുന്നിൽ ആ നന്മകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഈ ഗ്രന്ഥം എനിക്ക് എൻ്റെ വലത്തെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. കിതാബിയ, എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുന്നതാണ്. എന്നിട്ട് എന്തേ അള്ള പറഞ്ഞു? അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലാണ്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും നമ്മളുടെ തൃപ്തിക്കും സന്തോഷത്തിനും വിരുദ്ധമായ ഒന്നില്ലാത്ത ഒരു സ്വർഗം സത്യമായും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വിശപ്പില്ല, വിശപ്പില്ലാത്ത, ഉറക്കില്ല. എന്തുകൊണ്ടാ? ക്ഷീണല്ല. സ്വർഗത്തിൽ ക്ഷീണല്ല, അതുകൊണ്ട് ഉറക്കില്ല. ഭയല്ല, എന്തുകൊണ്ട്? മരണമില്ല, രോഗമില്ല. ഒരു ക്ഷീണം ബാധിക്കില്ല, അതേപോലെ തന്നെ രോഗം ബാധിക്കില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ജീവിതമല്ലേ, അതുണ്ട്. പക്ഷെ അത് ഇവിടെ അല്ല. ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ നമ്മളൊക്കെ അസംതൃപ്തരായിരിക്കും. ഇവിടെ ആ ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചാൽ അസംതൃപ്തരായിരിക്കും. തുലാസുകൾ കനം തൂങ്ങിയാൽ അവന് ഈശത്തുർ റാദിയ, സംതൃപ്തകരമായ ഒരു ജീവിതമുണ്ട്. അവിടെ എന്താ സുഹൃത്തുക്കളെ പണി? സ്വർഗത്തിൽ സുഖം അനുഭവിക്കുക, അത് അവിടുത്തെ ജോലി, സുഖം അനുഭവിക്കുക. ഇനി എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന ഒരു വാർത്ത രാവിലെ പത്രം എടുത്ത് നോക്കിയാൽ സുഹൃത്തുക്കളെ ടെൻഷനാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും, ഒരു 3 ആഴ്ച വാട്സപ്പ് ഓഫാക്കിയാൽ നമ്മളെല്ലാ ടെൻഷനും പോകുന്നത്. 3 ആഴ്ച നെറ്റ് ചാർജ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക, നമ്മളെല്ലാ ടെൻഷനും പോകും. അത്രമാത്രം വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്നത്. കുറ്റപ്പെടുത്തുന്ന വാക്കോ വിഷമകരമായ ഒരു വർത്തമാനമോ ഒന്നും കേൾക്കൂല. അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിനെ എന്താ വിളിച്ചത്? സ്വർഗത്തിന്റെ പേര് എന്താണ് സുഹൃത്തുക്കളെ? ഒരു സ്ത്രീ സ്വർഗത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഈ സ്വർഗം? അവിടെ കുറെ ഹൂറികളും കുറെ പഴങ്ങളും, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. സ്വർഗം അവർക്കറിയില്ല. ജന്നത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഉദ്യാനം. ഇന്നൊരാള്, ഞാൻ പോരുന്ന വഴിക്കിടയിൽ ഒരാൾ ഒരു ബൈക്കും വന്ന് വഴി ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് നിലമ്പൂർക്കാണ് പോകേണ്ടത്, എവിടേക്കോ. എന്നിട്ട് അദ്ദേഹം പറയാം, പെരിന്തൽമണ്ണക്കുള്ള വഴിയാ ചോദിക്കണം. അയാൾ പെരിന്തൽമണ്ണ പോയി നിലമ്പൂർ പോകണമെങ്കിൽ അയാൾ ഏകദേശം ഒരു 60 കിലോമീറ്റർ ഏറെ ഓടണം. അപ്പൊ ഞാൻ നിലമ്പൂർക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു, വളരെ അടുത്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, അവിടെ പ്രകൃതി മനോഹരമാണോ, നല്ല ചെടികളും മരങ്ങളും ഒക്കെ ഒരു സ്ഥലമാണോ എന്ന്. ഇപ്പൊ ഈ ബൈക്കും വിട്ട് അയാൾ എവിടുന്നോ വരുന്നത് അവിടുത്തെ ചെടികളും മരങ്ങളും കാണാൻ നിലമ്പൂർക്ക് പോവുകയാണ്. ജന്നത്ത് എന്നുള്ളൊരു വാക്ക് പോലെ സുഹൃത്തുക്കളെ സ്വർഗത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ ആ സ്വർഗം, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദീ മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുസ്സലാം, ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സഹോദര, സംതൃപ്തകരമായ സന്തോഷകരമായ ഒരു ജീവിതം സ്വർഗമായി നമ്മളെ കാത്തിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമമൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ആലോചിക്കുക, അതൊക്കെ സ്വർഗമായി പരിണമിക്കും. മാറാത്ത വേദനകൾ സ്വർഗത്തിലേക്ക് വേഗം എത്തിക്കും നമ്മളെ. ഉറ്റവരുടെ മരണങ്ങൾ സ്വർഗം കിട്ടാൻ നമുക്ക് നിർബന്ധമായി തീരും. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മരിച്ച ദുഃഖം നമുക്ക് സ്വർഗം വാങ്ങിത്തരും. എല്ലാ നന്മകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും നാളെ പരലോകത്ത് നമുക്ക് നന്മയായി സ്വർഗമായി വരും. ഇത് ചിന്തിക്കുന്ന ഒരാള് എന്തെങ്കിലും വന്നൊരു വിഷമത്തെക്കുറിച്ച് ആലോചിച്ച് ഉറങ്ങാതിരിക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ? അസ്വസ്ഥനാകണം എന്തിനാണ്? മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? ആ സ്വർഗം നമ്മുടെ മനസ്സിൽ വേണമെന്ന്. ഈ നരകത്തെക്കുറിച്ച് കേട്ടു നോക്കി നിങ്ങൾ. ആ ഓരോ സംഭവങ്ങളും ഓരോ പീഡനങ്ങളും ഇന്നിപ്പോൾ പലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ബോംബ് വീഴുമ്പോൾ പിഞ്ച് പൈതങ്ങളെടുത്ത് ഓടുന്ന രംഗം നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ മനസ്സിക്ക് വരുന്ന എന്താ നിങ്ങൾ? എന്താ സുഹൃത്തുക്കളെ മനസ്സിക്ക് വരുന്നത്? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഒരു പതിസ്ഥാനത്ത് അള്ളണ്ട്, അള്ള കാണാതെ ഒരു കുഞ്ഞും കരഞ്ഞില്ല, ഒരു ബോംബും വീണില്ല, ഒരു ശരീരവും ചിതറിയില്ല. എല്ലാ അനീതികളെയും അക്രമികളെയും പിടിച്ചു കെട്ടാൻ പര്യാപ്തമായ ഒരു നരകമാണ്. അത്ര ഭീകരമാണത്. നരകത്തിൽ കിടക്കണോ എങ്ങോട്ടെങ്കിലും ഓടോ സുഹൃത്തുക്കളില്ല. പക്ഷെ അവനെ കെട്ടാൻ അവിടെ ചെങ്ങലകളുണ്ട്. പിടിച്ചു കെട്ടവനെ 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ ബന്ധിക്കുവനെ. മുഖർറനീന ഫിൽ അസ്ഫാദ്, നരകത്തിൽ അവരെ കൂട്ടിക്കെട്ടിയിടും.
തോലുകൾ കരിയും. കുടിക്കുന്ന പാനീയങ്ങൾ കുടിക്കുമ്പോൾ യശ്ഫിൽ വുജൂഹ്, കുടിക്കാൻ വേണ്ടി മുഖത്ത് കൊണ്ടായ മുഖം കരിഞ്ഞു പോകും. എന്തിനാ സുഹൃത്തുക്കളെ? ഉഇദ്ദത്തിൽ കാഫിരീൻ, അക്രമികൾക്ക് വേണ്ടി, നിഷേധികൾക്ക് വേണ്ടി ഒരു നരകണ്ട്. സമാധാനിച്ചോളി. നമ്മളോട് ആരനീതി ചെയ്താലും നീതി നടപ്പിലാക്കുന്ന ലോകത്ത് അളന്നു മുറിച്ച് അള്ളാഹു അതിന് കൊടുക്കേണ്ടത് കൊടുക്കും. എന്താ സുഹൃത്തുക്കൾ ഒരു വിശ്വാസിക്ക് ഭയപ്പെടാനുള്ളത്? ഒന്നും പേടിക്കാൻ. അതുകൊണ്ട് ആദ്യം നമുക്കൊരു സമാധാന സംതൃപ്ത ജീവിതമുണ്ടായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ ആശയം കയറും. ഇത് ഞാൻ വെറുതെ പറയല്ല, സുഖിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോണ് കുടുങ്ങി കടത്തി കുടുങ്ങിയത് എന്തിനാ സുഹൃത്തുക്കളെ? എന്തിനാ കടത്തി കുടുങ്ങിയത്? എത്ര പൈസ കടം? ഒരു സഹോദരി അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഫോൺ വെക്കാൻ സമയത്ത് ലോൺ ഉണ്ടോന്ന്. അവർ പറഞ്ഞു 8000 റുപ്യ എല്ലാ മാസവും ലോൺ കൊടുക്കണം, 7000 റുപ്യ വീടിന്റെ വാടകയും കൊടുക്കണം, മാസം ഇങ്ങനെ തികയുമ്പോൾ പേടിയാണ് 15 എവിടെ നിന്ന് കിട്ടുന്നത്. ഇത് ചിന്തിക്കുന്ന എത്രയെത്ര കുടുംബങ്ങളുടെ സുഹൃത്തുക്കളെ നാട്ടിൽ, എത്രയെത്ര കുടുംബങ്ങൾ. എത്ര വലിയ ബുദ്ധിമുട്ട്. എല്ലാവരും ജീവിക്കുമ്പോൾ നമുക്കും ജീവിക്കണം. അവന്റെ വീട് പോലൊരു വീട് എന്റെ മക്കൾക്ക് വേണം, ഇവന്റെ കാറ് പോലൊരു കാറ് എന്റെ മക്കൾക്ക് വേണം, അവന്റെ ഉടുപ്പ് പോലെ ഉടുപ്പ് എന്റെ മോൾക്ക് വേണം. ആഗ്രഹം നല്ലതാണ് സുഹൃത്തുക്കളെ. ഉള്ള വരുമാനം കൊണ്ട് ജീവിച്ച് ഈ ദുനിയാവിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ പറ്റും. എന്തിന്? സംതൃപ്തകരമായ ഒരു ജീവിതം എന്നെ കാത്തിരിക്കുന്നു. അവിടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? പടച്ചോന് പറ്റാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച് കടമില്ലാതെ സമാധാനത്തോടെ ഞാൻ കഴിച്ചു കൂട്ടും എന്നൊരു മനസ്സ് പരലോക വിശ്വാസം കൊണ്ട് ഉണ്ടായി കിട്ടണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതാണ്, ആഗ്രഹങ്ങൾ അതാണ്. അവർ വലിയ കോടീശ്വരന്മാരെ മക്കളെ പോലെ ആഗ്രഹങ്ങൾ പറയുന്നു. അവർക്ക് വീട്ടിലെ ഭക്ഷണം പോരാ. ദീന് ഉള്ളിൽ കയറിയാൽ, മനസ്സിന്റെ ഉള്ളിൽ കയറിയാൽ സംതൃപ്തമാകും ജീവിതം. ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കും. വേണ്ടമ്മ, നമ്മൾ വെറുതെ കടം വാങ്ങണ്ട, ബുദ്ധിമുട്ടാകണ്ട. കാരണം എന്താ അറിയോ? രക്തസാക്ഷിക്ക് പോലും എല്ലാ തിന്മകളും പൊറുക്കും. രക്തസാക്ഷിയാവുമ്പോ എല്ലാ പാപം പൊറുക്കും. ഇല്ല ദൈൻ, കടം പൊറുക്കൂല. വാപ്പ ആ കടം കൊണ്ട് കബർക്ക് പോണ്ടമ്മ. ഉള്ളത് മതി, ഉള്ള കോഴ്സ് മതി, ഉള്ള പഠനം മതി, ഉള്ള ജീവിതം മതി. പരസ്പരം ഓർമ്മപ്പെടുത്തും. സുഹൃത്തുക്കളെ, ദീന് ഉള്ളിലേക്ക് എത്താൻ അവസരമുണ്ടോ? സംഘടനകളുണ്ട്, പ്രസംഗകന്മാരുണ്ട്, നാട്ടിൽ മുഴുവനും ഫോണുണ്ട്, നെറ്റുണ്ട്. പക്ഷേ ദീനിന്റെ ആ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് വരാതെ ഇവിടെ ഒരു പ്രശ്നവും പരിഹരിച്ചു പോകൂല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കൾ. അപ്പൊ ആ ദീനിലേക്ക് നമ്മൾ എത്തണം. വയസ്സായ ഉമ്മക്കും വാപ്പക്കും എന്താ അസ്വസ്ഥത, വേദന സഹിക്കാൻ പറ്റണില്ല, ഏത് മരുന്ന് കൊടുത്തിട്ടും സമാധാനമാകണില്ല, എങ്ങനെ താലോലിച്ചിട്ടും അവർക്ക് സുഖം വരുന്നില്ല. അസംതൃപ്തിയുടെ മുഖമാണ് വയസ്സായ ഉമ്മയുടെ മുഖത്ത്, വാപ്പന്റെ മുഖത്ത്. നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ട സുഹൃത്തുക്കൾ? ഇതൊക്കെ തീർന്നില്ലേ, ഇന്നാർക്കും വേണ്ടല്ലോ, എനിക്കിപ്പോ നിങ്ങൾ തിന്നണമൊക്കെ തിന്നാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ സുഹൃത്തുക്കളെ അവിടെ മനസ്സിലില്ലാത്തത്? മരിച്ചതിന് ശേഷം ഇതെല്ലാം വീണ്ടും കിട്ടുന്ന ഒരു ജീവിതം, ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു ജീവിതം, ഇഷ്ടമുള്ളതെല്ലാം തിന്നുന്നൊരു ജീവിതം, മരിച്ചുപോയവരെയെല്ലാം കണ്ടുമുട്ടുന്ന ഒരു ജീവിതം. അതിനെക്കുറിച്ച് മനസ്സിലുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരമാവുള്ളൂ.